ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് പിടിലാന്തസ് കേളി എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് നമുക്ക് എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാമെന്ന് കാണിക്കാനാണ്. ഈ ഒരു പ്ലാന്റ് നമുക്ക് അത്യാവശ്യം നല്ല വെയിലുള്ളിടത്തൊക്കെ തൂക്കിയിടാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ്. ഹാങ്ങിങ് പ്ലാന്റ് ഇഷ്ടമുള്ളവർക്കൊക്കെ വെയിൽ കാരണം നമുക്ക് വീട്ടിന് മുറ്റത്തൊന്നും തൂക്കിയിടാൻ പറ്റാത്തവരുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്കായിട്ട് ഈ ഒരു പ്ലാന്റ് നമുക്ക് പ്രിഫർ ചെയ്യാവുന്നതാണ്. ഈ ഒരു പ്ലാന്റ് നമുക്ക് കട്ടിങ്സ് എടുത്ത് പ്രൊപ്പഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നല്ല ബുഷിയായിട്ട് വളർന്നു വരികയും ചട്ടിയിൽ ഇതുപോലെ ഫുള്ള് നിറഞ്ഞ് വളർന്നു വരികയും ചെയ്യും. അത്യാവശ്യം നല്ല വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലീഫുകൾ ഇതുപോലെ റെഡ് കളറിൽ വരും. ഇത് പെഡിലാന്തസ് കേളി പിങ്ക് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇതെങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് നമ്മൾ ഈ പെഡിലാന്തസ് കേളിയുടെ ഇതുപോലെ കുറേ നാൾ കഴിയുമ്പോൾ നമുക്കിതിൻ്റെ ഈ പ്ലാന്റ് പുഷിയായിട്ട് വളർന്നു കഴിഞ്ഞിട്ട് പിന്നീട് ഇതിൻ്റെ താഴത്ത് ഈ അറ്റത്ത് മാത്രമായിട്ട് ലീഫുകൾ വരും. ആ സമയത്ത് നമുക്കിതെടുത്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാം. ഇതിൻ്റെ കമ്പുകളുടെ പ്രത്യേകിച്ച് ഒന്ന് പ്രൊപ്പഗേഷന് വലിയ പാടൊന്നുമില്ല. ഇതുപോലെ കട്ടിങ്സ് ഇങ്ങനെ എടുത്ത് നമ്മൾ കുത്തി കൊടുത്താൽ മാത്രം മതി. വളരെ എളുപ്പമാണ് ഇതിൻ്റെ പ്ലാന്റുകൾ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട്. ചുമ്മാ ഒന്ന് ഞെക്കി കൊടുത്താൽ തന്നെ ഇതിൻ്റെത് പെട്ടെന്ന് ഒടിഞ്ഞു വന്നോളും. ഇങ്ങനെയുള്ള കമ്പുകൾ മാത്രം വെച്ചാൽ മതി, പെട്ടെന്ന് നല്ല ബുഷിയായിട്ട് വളർന്നു വരികയും ചെയ്യും. ആദ്യം നമ്മൾ നട്ടതിന് ശേഷം ഒന്ന് തണലത്ത് വെച്ചൊന്ന് പിടിപ്പിക്കണം. അതിന് ശേഷം മാത്രമേ നമ്മൾ വെയിലത്തോട്ട് വെക്കാവൂ. പിന്നെ നമുക്ക് വെയിലത്ത് വെച്ചാൽ പ്രശ്നമൊന്നുമില്ല, നല്ല രീതിയിൽ വളർന്നു വരും കേട്ടോ. അതെ, ഇനി ഇതിനകത്ത് നടാനായിട്ട് ഞാൻ 2 ഹാങ്ങിങ് പോട്ട്സാണ് എടുത്തിരിക്കുന്നത്. ഹാങ്ങിങ് പോട്ടിലാകുമ്പോൾ നമുക്ക് പിന്നീട് മാറ്റേണ്ട ആവശ്യമില്ല. ഹാങ്ങിങ് ആയിട്ട് ഇടാനായിട്ട് ഞാൻ അതുകൊണ്ട് ഹാങ്ങിങ് ആയിട്ടാണ് കൂടുതൽ ഈ പ്ലാന്റ് ഇടുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ പോട്ട് മിക്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പോട്ട് മിക്സിൽ ഞാൻ കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് ഉമിയാണ്. ഉമി, പിന്നെ ചാണകപ്പൊടി ഉപയോഗിച്ചിട്ടുണ്ട്, മണ്ണ് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ മണലുള്ളവർക്ക് മണലും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉപയോഗിക്കാം. ഏറ്റവും കൂടുതൽ നമ്മൾ ഉമിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതാകുമ്പോൾ ഈ ചട്ടികൾക്ക് അധികം വെയിറ്റ് കിട്ടത്തില്ല. പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് മാറ്റാനും ഒക്കെ പറ്റും. വെയിറ്റ് കാരണം നമ്മൾ കൂടുതൽ ഈ ഉമിയാണ് ഉപയോഗിക്കുന്നത്. അതുമാത്രമല്ല നല്ല രീതിയിൽ വേരോടാനും ഉമി വളരെ നല്ലതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ എടുത്തിട്ട് ഇത് സാഫിലൊന്നും മുക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഒരു പ്ലാന്റ് നമുക്ക് ഡയറക്റ്റ് ഇതുപോലെ അങ്ങ് നട്ട് വെച്ച് കൊടുത്താൽ മതി. പെട്ടെന്നത് ബുഷിയായിട്ട് വളർന്നു വന്നോളും. ഒരുപാട് തൈ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഇതുപോലെ നട്ട് വെച്ചതിന് ശേഷം ഇത് വളർന്നു വന്ന് ഒരെണ്ണത്തിൽ തന്നെ 2-3 ഇതായിട്ട് വന്ന് ഇതിൻ്റെ തണ്ടിന് കനം വെച്ച് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതെടുത്ത് ഇളക്കിയെടുത്ത് വേറെ ചട്ടിയിലോട്ട് മാറ്റാം കേട്ടോ. ഇപ്പോൾ പെട്ടെന്ന് ബുഷിയാവാനായിട്ട് നമ്മളിതുപോലെ ചുറ്റിനും മണി പ്ലാന്റ് എങ്ങനെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അതുപോലെ നമ്മൾ കട്ടിങ് എടുത്ത് ഇതിനകത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതിന് പക്ഷേ വേരിൻ്റെ ആവശ്യമൊന്നുമില്ല. കട്ടിങ്ങിൽ വേര് വേണമെന്നൊന്നുമില്ല. ഇതുപോലെ ചുമ്മാ ഒന്ന് ഒടിച്ചെടുത്ത് അങ്ങോട്ട് കുത്തി വെച്ച് കൊടുത്താൽ മാത്രം മതി. ഞാൻ ഇന്നത്തെ ചാണകപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. ചാണകപ്പൊടി വേണമെങ്കിൽ ചേർക്കാം. പിന്നെ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്കൊക്കെ കുറച്ച് മാത്രം ചേർക്കാം. ആദ്യമേ നമ്മൾ ഇതുപോലെ വളം ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ വെള്ളം പ്രത്യേകിച്ച് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല രീതിയിൽ ഇത് വളർന്നു വന്നോളും. ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നേരത്തെ ഹാങ്ങിങ് ആയിട്ട് ഇട്ടിരിക്കുന്ന പ്ലാന്റ്സ് ഒക്കെ കാണിക്കാം. നമ്മൾ ഇതിൻ്റെ പ്ലാന്റുകൾ ഒരുപാട് സെയിൽ ചെയ്തിട്ടുണ്ട്, പുഷി പോട്ട്സൊക്കെ. ഒരു മാസം കൊണ്ട് തന്നെ നല്ല രീതിയിൽ വളർന്നു വരും. ഇത് ഞാൻ ഹാങ്ങിങ്ങിൽ ഇട്ടേക്കുന്ന മറ്റൊരു പ്ലാന്റാണ്. നമുക്ക് അത്യാവശ്യം വെയിൽ ഉള്ളിടത്തൊക്കെ ഇടാം എന്നും പറഞ്ഞ് ഒരുപാട് വെയിലുള്ളിടത്ത് ഇടാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഗ്രീൻ കളർ മാറിയിട്ട് ഒരു വൈറ്റ് കളറിലോട്ട് ഇത് വരും. അത്യാവശ്യം ഒരു ലൈറ്റ് ഗ്രീനകത്ത് ഇതുപോലെ ഡാർക്ക് ഗ്രീനൊക്കെ വരണമെങ്കിൽ കുറച്ച് ഒരുപാട് വെയിലുള്ളിടത്തല്ല, എന്നാൽ ഒരു മീഡിയം രീതിയിൽ വെയിലടിക്കുന്നിടത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കളർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. വെള്ളം കെട്ടി നിൽക്കുന്ന രീതിയിലുള്ള പോട്ട് മിക്സ് നമ്മൾ ഉപയോഗിക്കരുത്. അങ്ങനെ എന്നാലും ഈ പ്ലാന്റ് നശിച്ചു പോകും. പിന്നെ നമ്മൾ വെള്ളം തീരെ കുറവാണെങ്കിലും പ്ലാന്റിൽ ഇതുപോലെ ലീഫുകൾ പൊഴിഞ്ഞ് അത് സ്റ്റെമ്മ് മാത്രമായിട്ട് നിൽക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ.